എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ പിന്മാറും എന്നുള്ള ഭയം നിങ്ങളുടെ വ്യക്തിയെ വേട്ടയാടുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങൾക്ക് കുറയുമോ എന്നുള്ള ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്നും എന്തൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ആ സ്ഫടികപാത്രം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആ വ്യക്തിയുടെ ജീവിതചര്യകളുടെ കാര്യത്തിലാണെങ്കിലും, ലക്ഷ്യബോധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, വിശ്വാസ പ്രമാണങ്ങളുടെയൊക്കെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും അകന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആ വ്യക്തി യാഥാർത്ഥ്യബോധങ്ങളെ പെട്ടെന്ന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. പഴയകാല ചിന്തകളിലും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ഇപ്പോഴുള്ള ദൃഢമായ മറ്റ് ചിന്തകളിലും അന്തർലീനമായി നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങളോടൊപ്പം ജീവിക്കാനും നിങ്ങളെ എന്നും സ്വന്തമാക്കാനും, മറ്റാരും നിങ്ങളെ സ്വന്തമാക്കരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ആ വ്യക്തിയുടെ ആ ഒരു ചിന്ത ആ വ്യക്തിയെ നിങ്ങളുമായി പോലും ചില വഴക്കുകൾ ഇടുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കാതെ പോകുമോ, നിങ്ങളുടെ സ്നേഹം കുറയുമോ, അങ്ങനെയുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നില്ല. നിങ്ങളെ മാത്രം സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാവുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് പേരായിട്ട് സംസാരിക്കുകയും ഒരുപാട് പേരെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങളെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് പരിചയപ്പെട്ടതോ ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ഉള്ളവരുമായിട്ടുള്ള ചില ആളുകളുമായിട്ട് കാണിക്കുന്ന സ്നേഹം അതവരെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ തനിച്ചാക്കി പോകുമോ എന്നൊരു ഭയം എപ്പോഴും ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ വസ്തുതകളൊന്നും നിങ്ങളെ സംബന്ധിച്ചില്ലെങ്കിലും ആ വ്യക്തിയുടെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത ചില ചിന്തകളിൽ നിന്നുണ്ടാവുന്നതാണ്. നിങ്ങളെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല. പറയുമ്പോൾ വലിയ വീമ്പൊക്കെ പറയും, എനിക്കൊന്നുമില്ല നീ പോയാലോ എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ പടിയിറങ്ങിപ്പോയാൽ ഉണ്ടാകാവുന്ന ചില കാര്യങ്ങൾ ഓർത്ത് ആ വ്യക്തി ദുഃഖിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയെ അത് പറഞ്ഞ് ചില ആളുകൾ ഭയപ്പെടുന്നുണ്ടാവും നിങ്ങളറിയാതെ. അങ്ങനെ നിങ്ങളെ ഇട്ട് പോകും, കാരണം മറ്റുള്ള ചില ആളുകളോട് അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാൻ വേണ്ടിയുള്ള ചില ആളുകളും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ അതൊന്നും നിങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തി അറിയും. ആ വ്യക്തി അറിയാൻ പോകുന്നതേ ഉള്ളൂ. കാരണം നിങ്ങളങ്ങനെ ആ വ്യക്തിയെ തനിച്ചാക്കി പോകാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കില്ല എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് ഉടൻ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ നിരീക്ഷിക്കണം, മറ്റാരെങ്കിലും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഭയം നൽകുന്നുണ്ടോ. ഏതായാലും നിങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. കാരണം എൻ്റെ വ്യക്തി എന്നെ തനിച്ചാക്കി പോകുമോ എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ മറ്റെന്തെങ്കിലും കാരണത്താൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതോ പോലും ആ വ്യക്തി അങ്ങനെ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ആരെങ്കിലും അങ്ങനെ ചിന്തിപ്പിച്ചേക്കാം. അതായിട്ട് ചാരനിറത്തിലുള്ള പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഒരു അപകർഷതാബോധം നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് എൻ്റെ വ്യക്തിയെ നിലനിർത്താൻ കഴിയുമോ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ചിന്തയുണ്ട്. ആത്മവിശ്വാസക്കുറവ് വേണ്ടുവോളം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു എന്നൊക്കെ ആ വ്യക്തിക്കറിയാം. പക്ഷേ ഈ മത്സരാധിഷ്ഠിതമായ ലോകത്ത് താൻ പരാജയപ്പെടുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. തനിക്ക്
അത്ര പെരുത്ത് സൗന്ദര്യമില്ല, തനിക്ക് വാക്ചാതുര്യമില്ല, തനിക്ക് പണമില്ല, തനിക്ക് കഴിവില്ല, തൻ്റെ കരിയറില്ല, ജോലിയില്ല, അല്ലെങ്കിൽ ആകർഷകമായ ജോലിയില്ല എന്നൊക്കെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് പരാതികളും സ്വന്തം മനസ്സാക്ഷിയോടോ സ്വന്തം മനസ്സിനോടോ ചോദിക്കുന്നൊരു വ്യക്തിയാണ്. തനിക്ക് ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണെന്നുള്ളൊരു അപകർഷതാബോധം ആ വ്യക്തിക്കുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ വ്യക്തി എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞാനത് നോക്കിയല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്, ഞാൻ സ്നേഹിച്ചത് ഈ വ്യക്തിയുടെ ഹൃദയത്തെയാണല്ലോ, എനിക്ക് ഈ മാടാകൂടികളും കാട്ടിക്കൂട്ടലുകളും ഒന്നും താല്പര്യമില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ മത്സരാധിഷ്ഠിതമായൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തി സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം, ഒരുപക്ഷെ ധനം കുറവ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ആ വ്യക്തിക്ക് ധനപരമായ ബുദ്ധിമുട്ട് ഉള്ളത് ആ വ്യക്തിക്ക് വിഷമാകാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയോട് പറയും, പക്ഷേ പലതും ആ വ്യക്തിക്ക് സാധിച്ചു തരാൻ കഴിയില്ല, ചിലത് കഷ്ടപ്പെട്ട് ആ വ്യക്തി സാധിച്ചു തരും. അങ്ങനെ പണവും പ്രതാപവും അഴകും ഒക്കെ ഉള്ള മറ്റാരെങ്കിലും നിങ്ങൾ പ്രണയിക്കുമോ എനിക്ക് പകരമായി എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആ വ്യക്തി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചില നിങ്ങളുടെ സൗഹൃദങ്ങൾ ആ വ്യക്തിക്ക് സംശയം ജനിക്കുന്നു, എന്നെ വിട്ടു പോകും, എന്നെ തനിച്ചാക്കി പോകും എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ടാകുന്നു. അങ്ങനെ ആ ചിന്ത ഉണ്ടാകുമ്പോൾ ആ വ്യക്തി വല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയോ, ആ വ്യക്തി ദേഷ്യപ്പെടുകയോ, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുകയും ചെയ്യും. അതുകൂടാതെ നേരത്തെ പൈലുള്ളതുപോലെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടായി കാണരുത്, തകർന്ന് തരിപ്പണമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ അതിൽ ചില റോളുകൾ നിർവഹിക്കുകയാണ്. അവരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയെ അകറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങളെ ഉപദ്രവിക്കാൻ കൂടിയാകാം, ചിലപ്പോൾ ആ വ്യക്തിയെ ഉപദ്രവിക്കാൻ കൂടിയാകാം. ഏതായാലും നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചുള്ള സന്തോഷകരമായ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ ഇളകില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ആ വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ആ വ്യക്തിയുടെ ഏറ്റവും വിശ്വസ്തതയുള്ളൊരു സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ ആയിത്തീർത്തിട്ട് ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തുക, ആ വ്യക്തിയെ വഞ്ചിക്കുക, ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ശ്രമങ്ങളുമായിട്ട് നടക്കുന്ന ചില വ്യക്തികൾ, അവർ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കണം. അപ്പം അങ്ങനെയുള്ളവരുടെ റോള് നഷ്ടപ്പെടുത്താനും നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ നല്ല രീതിയിൽ പോകും. പരസ്പരമുള്ള ആ തുറന്നു പറച്ചിലുകൾ നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് നയിക്കും. കൂടുതൽ ഊഷ്മളമായൊരു പ്രണയം നിങ്ങൾ തമ്മിലുണ്ടാകുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.